ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പായസം തയ്യാറാക്കാം. നുറുക്ക് ഗോതമ്പും ചെറുപയർ പരിപ്പും കൊണ്ടൊരു പായസം തയ്യാറാക്കാം. ഓണം സ്പെഷ്യലാണേ. നുറുക്ക് ഗോതമ്പ് ഒന്ന് കഴുകി വെള്ളം തോരാനായിട്ട് വയ്ക്കാം. ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തിട്ട് തണുത്തിട്ട് ഒന്ന് കഴുകി വയ്ക്കാം. എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം. ചെറുപയർ പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്തിട്ട് കഴുകും. നമ്മൾ കുക്കർ പായസമാണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കട്ടെ. നുറുക്ക് ഗോതമ്പ് കഴുകിതാ കുക്കറിൽ വച്ചിട്ടുണ്ട്. അടുത്ത് ചെറുപയർ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴുകി ഒന്ന് കുക്കറിലേക്ക് മാറ്റും. ചെറുപയർ പരിപ്പും കൂടെ കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മൂന്നാം പാലൊഴിച്ച് വേവിച്ചെടുക്കണം. മൂന്നാം പാലൊഴിച്ച് വേവിക്കാം. മൂന്നാം പാലൊഴിക്കുവാണേ. കുക്കർ അടയ്ക്കുവാണ്. വെച്ചിരുന്നല്ലോ, അത് 2 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. മൂന്നാം പാലിൽ വേവിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ശർക്കര പാനി അതിലൊന്ന് പിടിക്കണം. അതിനാണ് ഇളക്കി കൊടുത്തത്. ഇനി അതിൽ 1 സ്പൂണ് നെയ്യ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കണം. ശർക്കര പാനി ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് ഒന്ന് തിളച്ച് വരട്ടെ. രണ്ടാം പാൽ ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇനി 1ാം പാൽ ഒഴിച്ച് വാങ്ങി വയ്ക്കാം. പായസത്തിലേക്ക് താളിച്ചൊഴിക്കുക. അതിനായി പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. അന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാമേ. കിസ്മിസ് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. കുറച്ച് അലങ്കരിക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയൊക്കെ മാറ്റി വെച്ചിരുന്നില്ലേ വറുത്തത്, അത് അലങ്കരിക്കുവാണ്. സൂപ്പർ ചെറുപയർ പരിപ്പും നുറുക്ക് ഗോതമ്പും കൊണ്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. ഓണം സ്പെഷ്യലാണ്.